പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 10 വർഷങ്ങൾക്ക് ശേഷം CPM-ൻ്റെ ഏക ഛത്രാധിപതിയായിരുന്ന പിണറായി വിജയൻ ഒരു വെളിവും വെള്ളിയാഴ്ചയുമില്ലാതെ വിമർശിക്കപ്പെടുന്ന അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അത്യപൂർവമായിട്ടുള്ള കാഴ്ചയാണല്ലോ ഇന്ന് കേരളത്തിലെ CPM-ൻ്റെ കമ്മിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസങ്ങൾ മുമ്പ് വരെ പിണറായി വിജയനെ വിമർശിക്കുക എന്നാൽ അടിമുതൽ മുടി വരെ വിറയ്ക്കുമായിരുന്നു CPM നേതാക്കന്മാർക്ക്. അവർ പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ പോലും മൂത്രമൊഴിക്കുന്ന അവസ്ഥയായിരുന്നു. പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുമായിരുന്നു CPM-ൻ്റെ നേതാക്കന്മാർ. മന്ത്രിസഭയിലും പിണറായി വിജയന് അപ്രമാദിത്വമായിരുന്നു. ഒരു മന്ത്രിയും പിണറായി വിജയനോട് ഒരു കാര്യവും ധൈര്യമായി പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പിണറായി വിജയൻ ഇന്ന് ആ പിണറായി വിജയനെ വഴിയിൽ കെട്ടുന്ന ചെണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ CPM നേതാക്കന്മാർ. ആര് കണ്ടാലും വന്നൊരു അടിയടിച്ചിട്ട് പോകുന്ന ഒരു ചെണ്ടയായി ഇപ്പോൾ പിണറായി വിജയൻ മാറിയിരിക്കുന്ന അത്യപൂർവമായിട്ടുള്ള കാഴ്ച CPM-ൻ്റെ കമ്മിറ്റികളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇതുവരെ CPM-ൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് 2 പക്ഷങ്ങളായിരുന്നു. 1980-കളുടെ അവസാനമാണ് 2 പക്ഷമായി ധ്രുവീകരിക്കപ്പെട്ടത്. അതൊന്ന് CITU പക്ഷവും ഒന്ന് VS പക്ഷവുമായിരുന്നു. ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ VS പക്ഷത്തിന് വിരുദ്ധമായിട്ടുണ്ടായിരുന്നു. KN രവീന്ദ്രനാഥ് ഉണ്ടായിരുന്നു, MM ലോറൻസ് ഉണ്ടായിരുന്നു, E ബാലാനന്ദൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ പക്ഷം. ഇപ്പുറത്ത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വം. അതായിരുന്നു ആദ്യത്തെ ധ്രുവീകരണം. രണ്ടാമത്തെ ധ്രുവീകരണം 2000 മുതൽ ഏതാണ്ട് 98-2000 മുതൽ തുടങ്ങി 2013 വരെ നിലനിന്ന VS പക്ഷവും പിണറായി പക്ഷവും അതായിരുന്നു രണ്ടാമത്തെ. VS പക്ഷവും പിണറായി പക്ഷം എന്ന് പറയുമ്പോൾ ആദ്യത്തെ CITU VS ധ്രുവീകരണത്തിൽ VS-നോടൊപ്പമായിരുന്നു പിണറായി എന്ന് ഓർത്തുകൊള്ളണം. അന്നുണ്ടായിരുന്ന ഇന്നത്തെ പിണറായി ആയിരുന്നില്ല, ചെറിയ പിണറായി ആയിരുന്നു, എന്നാലും VS-നോടൊപ്പമായിരുന്നു. രണ്ടാമത്തെ ധ്രുവീകരണം VS പക്ഷവും പിണറായി പക്ഷവും തമ്മിലായിരുന്നു. 2013 കഴിഞ്ഞപ്പോൾ വിഭാഗീയത അവസാനിച്ചു എന്നാണ് എല്ലാവരും കൊട്ടിഘോഷിച്ചതെങ്കിലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതി CPM-ൻ്റെ ചുക്കാൻ ഏറ്റെടുത്തതോടുകൂടി മറുപക്ഷത്തെ ചവിട്ടി ഒതുക്കി ചവിട്ടി അരയ്ക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. 2013 VS പക്ഷത്തിന് നേതൃത്വം കൊടുത്തിരുന്ന VS-ഉം നിഷ്കാസിതനായതോടുകൂടി പിന്നെ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്റ്റാർട്ടഡ് റൂളിംഗ് ദ റൂസ്റ്റ് എന്ന് നമുക്ക് പറയാം. 2013 മുതൽ പിന്നെ പിണറായി വിജയൻ്റെ ഒരു തേർവാഴ്ചയായിരുന്നു. പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമേ CPM-ൽ ഉണ്ടായിരുന്നുള്ളൂ. 2014 അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. 2016 മുഖ്യമന്ത്രിയായി. 2021 വീണ്ടും മുഖ്യമന്ത്രി. ആ സമയത്ത് പിണറായി വിജയൻ സമം പാർട്ടി, പാർട്ടി സമം പിണറായി വിജയൻ, പിണറായി വിജയൻ സമയം ഗവൺമെൻറ്, ഗവൺമെൻറ് സമയം പിണറായി വിജയൻ. ഇതായിരുന്നു ആ സാഹചര്യം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഏകാധിപതിയായിരുന്ന ഏകഛത്രാധിപതിയായിരുന്ന പിണറായി വിജയനെ എവിടെ കണ്ടാലും ഒരു അടിയടിച്ചിട്ട് പോകാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും. ഏതാണ്ട് 2 മാസങ്ങൾ മുമ്പ് വരെ പിണറായി വിജയൻ കഴിഞ്ഞാൽ CPM-ൽ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിനെ പച്ചപ്പരസ്യമായി നിയമസഭയ്ക്കകത്ത് വെച്ച് പിണറായി വിജയൻ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു 2ാം നിര നേതാവ് പോലും അതിശക്തമായി വിമർശിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും. സുഹൃത്തെ, ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോഴും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നകത്തുള്ള ധ്രുവീകരണത്തിൽ ഇതുവരെ CPM-ന് 2 പക്ഷങ്ങളുണ്ടായിരുന്നു. 2 പക്ഷത്തും ആളുകളുണ്ടായിരുന്നു. ഒരു പാർട്ടിയിലെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുമ്പോൾ പിണറായി പക്ഷത്തിൻ്റെ ആളുകൾ സംസാരിക്കും, VS പക്ഷത്തിൻ്റെ ആളുകൾ സംസാരിക്കും. ഒരുപക്ഷെ VS പക്ഷത്തിൻ്റെ ആളുകൾക്ക് ചിലപ്പോൾ ഭൂരിപക്ഷം കിട്ടും, ചിലപ്പോൾ പിണറായി വിജയൻ്റെ പക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടും. ഇങ്ങനെ 2 പക്ഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകൾ നമ്മൾ എടുത്ത് നോക്കിയേ, എല്ലാവരും ഒരു പക്ഷത്ത്. അതായത് പിണറായി പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷത്തിനെ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ പക്ഷമേ ഉള്ളൂ, അത് പിണറായി വിരുദ്ധ പക്ഷം. പിണറായി പക്ഷത്തിന് വേണ്ടിയിട്ട് ഒരാൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മുരടനക്കിയെന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പിണറായി വിജയനെതിരെയാണ് ഉയർന്നത്. പിണറായി വിജയൻ അനുകൂലമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നു. എല്ലാ ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയൻ ഇടമടി വലമടി ഇടമടി വലമടി. ഇതാണ് സ്ഥിതി. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്.
അത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ്. യഥാർത്ഥത്തിൽ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ നടന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന വിമർശനം, അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കാം. എല്ലാ ജില്ലകളിലും നടന്നെങ്കിലും, എല്ലാ ജില്ലകളിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നടന്നതെങ്കിലും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന വിമർശനങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട, അഹങ്കാരം, ആഭ്യന്തരം ഒഴിയണം. ഇതാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും കൊല്ലം ജില്ലാ കമ്മിറ്റി. ഇതുപോലൊരു വിമർശനം മറ്റൊരു ജില്ലയിലും ഉയർന്നില്ല. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാം ടൈമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ രഹസ്യ അജണ്ട, 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന തീരുമാനവും നിഗൂഢമാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാന പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലെന്ന് തുറന്നടിച്ചു. പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തെന്ന വിമർശനവും ഉണ്ടായി. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുമെല്ലാം കണ്ണൂരിൽ നിന്നാണ്. തുടർ ഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിൻ്റെതായി. മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല, ചടങ്ങിൻ്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു. ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർ കൂറിലോസ് ചെറിയൊരു വിമർശനം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റവും ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗങ്ങളെപ്പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ മന്ത്രിസഭയിലില്ല. മുഖ്യമന്ത്രി മാത്രം തുറന്നപ്പോൾ ധനവകുപ്പിൽ തോമസ് ഐസക്കിനെങ്കിലും നിലനിർത്തണമായിരുന്നു. ബിന്ദുവിൻ്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നു. ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താല്പര്യമാണ്? സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, EP ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷ വിമർശനം തുറന്നു. ഇതാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന വിമർശനം. ഞാൻ നോക്കിയിട്ട് മറ്റൊരു ജില്ലാ കമ്മിറ്റിയിലും, തിരുവനന്തപുരത്തും അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇവിടെയൊന്നും ഇത്രയും രൂക്ഷമായിട്ടുള്ള വിമർശനം നടന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ആ കമ്മിറ്റിയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളുടെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഇന്നത്തെ വീഡിയോ. ആ സാന്നിധ്യം എന്ന് പറയുന്നത്, ഒരാളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് PK ഗുരുദാസൻ എന്ന് പറയുന്ന CPM നേതാവിൻ്റെയാണ്. അപന്യ വയോധികനായിട്ടുള്ള CPM-ൻ്റെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ, കൊല്ലം ജില്ലയിൽ N സുരേന്ദ്രന് ശേഷം പതിറ്റാണ്ടുകൾ തല ഉയർത്തി നിന്ന മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടുള്ള PK ഗുരുദാസൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ സാന്നിധ്യം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. PK ഗുരുദാസൻ പൊട്ടിത്തെറിച്ചു എന്നാണ് പത്രത്തിൽ വാർത്ത വരുന്നത്. അത് സംസ്ഥാന നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ്. മുകേഷിനെ നിർത്തിയതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം വന്യവയോധികനായിട്ടുള്ള PK ഗുരുദാസൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർത്തി എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും, അതായത് PK ഗുരുദാസൻ്റെ സാന്നിധ്യവും കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താ? VS പക്ഷം നിലവിലിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള VS പക്ഷം ഉണ്ടായിരുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. പിന്നൊന്ന് എറണാകുളമായിരുന്നു. അത് പിന്നീട് ഒരവസരത്തിൽ പറയും. കൊല്ലം ജില്ലയിൽ VS പക്ഷത്തിൻ്റെ തേരോട്ടം നയിച്ചിരുന്നത് PK ഗുരുദാസൻ എന്ന് പറഞ്ഞ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു, CITU നേതാവായിരുന്നുവെങ്കിൽ പോലും VS-ൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള പിന്തുണക്കാരനായി. അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു 2011, എനിക്ക് തോന്നുന്നത് 2006-11 കാലഘട്ടത്തിലാണ്. അതായത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം തൊഴിൽ മന്ത്രിയായിരുന്ന ആളാണ് PK ഗുരുദാസൻ. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താവായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സുശക്തമായിട്ടുള്ള VS പക്ഷം കൊല്ലം ജില്ലയിലുണ്ടായിരുന്നു. അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന M രാജഗോപാൽ ഉണ്ടായിരുന്നു. അന്ന് DYFI നേതാവായിരുന്ന SK വസന്തൻ ഉണ്ടായിരുന്നു. പിന്നീട് PSC ചെയർമാനായിട്ടുള്ളൊരു ഗംഗാധര കുറുപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന S സുദേവൻ ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന AKG സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിരുന്ന, ഓഫീസ് സെക്രട്ടറി ആയിരുന്ന S രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അവരടങ്ങുന്ന സുശക്തമായിട്ടുള്ള ഒരു VS പക്ഷം മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. അവിടെ നിന്നുള്ള നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് VS ഉന്നയിച്ച പ്രതിശാസ്ത്ര പ്രശ്നങ്ങൾക്ക് എടുത്തിരുന്നത്. അപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിലായിരുന്നു കൊല്ലം ജില്ലയിലെ VS പക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിശക്തമായിട്ടുള്ള
പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്നവരാണ് ഈ കൊല്ലം ജില്ലയിലെ VS പക്ഷം. ആ VS പക്ഷത്തിന് ബൗദ്ധികമായ നേതൃത്വം നൽകിയിരുന്ന ഒരു വടവൃക്ഷമായിരുന്നു PK ഗുരുദാസൻ. ആ PK ഗുരുദാസൻ VSൻ്റെ കൂടെ മന്ത്രിയായിരുന്നു. അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 2011-16 കാലഘട്ടത്തിൽ MLA ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ 2016 പിണറായി ആദ്യം മത്സരിച്ച അവസരത്തിൽ വളരെ നിഷ്ഠൂരമായി PK ഗുരുദാസനെ കരിവേപ്പില പോലെ കീറക്കടലാസ് പോലെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പാർട്ടിയുടെ കോട്ടയായിരുന്ന കൊല്ലം നിയമസഭാ മണ്ഡലം അന്ന് മുകേഷ് എന്ന് പറഞ്ഞ ഈ നാലാന്തരം സിനിമാ നടന് കൊടുക്കുകയായിരുന്നു. നാലാന്തരം സിനിമാ നടൻ ആരെ ചവിട്ടി ഒതുക്കിയിട്ട് PK ഗുരുദാസനെ ചവിട്ടി ഒതുക്കി. അത് വലിയ തോതിലുള്ള അതൃപ്തിയും വിമർശനവും കൊല്ലം ജില്ലാ പാർട്ടിയിലുണ്ടായിരുന്നു. പിന്നീട് 2021 മുകേഷിന് ആ സീറ്റ് കൊടുത്തു. എന്ന് മാത്രമല്ല, ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുകേഷിന് നിർത്തി ഈ പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതിൻ്റെ 1.5 ലക്ഷം വോട്ടിന് അയാളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത്. അപ്പോൾ സുശക്തമായിട്ടുള്ള VS പക്ഷം ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിലെ VS പക്ഷത്തിൻ്റെ ഒരു സമയത്തെ വലിയൊരു പോരാളിയായിരുന്നു KN ബാലഗോപാൽ. പക്ഷേ KN ബാലഗോപാലിനെ എത്രയും പെട്ടെന്ന് തന്നെ പിണറായി വിജയൻ അങ്ങോട്ട് ദത്തെടുത്തു. അയാളെ രാജ്യസഭാ അംഗമാക്കി, അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി അങ്ങ് മാറ്റി. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? ഓരോ തരത്തിലുള്ള പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ കൊണ്ട് ഈ VS പക്ഷത്തെ അവിടെ വെട്ടിക്കീറി ഇല്ലാതാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ M രാജഗോപാൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ കേൾക്കാൻ പോലുമില്ല. അന്ന് VS പക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന S സുദേവൻ ഇന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയി ഇരിക്കുകയാണ്. മേഴ്സിക്കുട്ടിയമ്മയെയും ഈ പറഞ്ഞ പോലെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അവരെ 2016-21 കാലഘട്ടത്തിൽ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയാക്കി അവരെയും എടുത്തു മാറ്റി. SK വസന്തൻ ഇപ്പോൾ കേൾക്കുന്നില്ല, എവിടെയാണെന്ന് അറിയില്ല. ഗംഗാധരക്കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നും അതറിയില്ല. അങ്ങനെ കൊല്ലം ജില്ലയിലെ VS പക്ഷത്തെ പല തരത്തിൽ നെടുകയും കുറുകയും വെട്ടിക്കീറി ഇല്ലാതാക്കിയിരിക്കുകയായിരുന്നു. ആ VS പക്ഷം അപ്പോൾ രാജേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ സമ്മർദ്ദങ്ങൾക്ക് വശപ്പെട്ട് പിണറായിക്കൊപ്പം നിൽക്കേണ്ടി വന്നു. ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ പോലെ വെട്ടിക്കീറപ്പെട്ട VS പക്ഷം കൊല്ലം ജില്ലയിൽ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെടുകയാണോ, വീണ്ടും റീകൂപ്പ് ചെയ്യപ്പെടുകയാണോ എന്നുള്ള ഒരു തോന്നലാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പിണറായി വിരുദ്ധ ചർച്ചകളുടെ തീവ്രത കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതോ അതിനേക്കാൾ പ്രധാനമായി എനിക്ക് തോന്നുന്നത് കൊല്ലം ജില്ലയിൽ പഴയ VS പക്ഷം ഉയർത്തെഴുന്നേൽക്കുകയാണോ എന്ന് തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വന്ധ്യവയോധികനായിട്ടുള്ള മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടുള്ള PK ഗുരുദാസൻ്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള സാന്നിധ്യവും പിണറായി വിജയൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള അതിരൂക്ഷവുമായിട്ടുള്ള വിമർശനവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ PK ഗുരുദാസൻ്റെയൊക്കെ സാന്നിധ്യമായിരിക്കണം ഇത്ര അതിരൂക്ഷമായി ഈ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിയെ നിർബന്ധിതരാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പല തലങ്ങളിലായി ഇങ്ങനെ ഈ ചെതറിക്കിടന്നിരുന്ന VS പക്ഷം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഈ പുതിയ പശ്ചാത്തലത്തിൽ, പുതിയ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വരികയാണോ, ഉയർത്തെഴുന്നേറ്റ് വരികയാണോ എന്നുള്ള തോന്നൽ എന്നിൽ ശക്തമായിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു നീക്കമായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം VSനോടൊപ്പം ഏറ്റവും കൂടുതൽ ശക്തമായി എല്ലാ കാലത്തും നിന്നിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ സാന്നിധ്യം കൊല്ലം ജില്ലയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം ഇപ്പോൾ പിണറായി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന MA ബേബിയെ പോലെയുള്ള അല്ലെങ്കിൽ KN ബാലഗോപാലിനെ പോലെയുള്ള അവസരവാദികളായിട്ടുള്ള നേതാക്കന്മാരെ തിരിച്ചറിയാനും ഈ VS പക്ഷത്തിന് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും PK ഗുരുദാസൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലെ പഴയ VS പക്ഷം പുനഃസംഘടിപ്പിക്കപ്പെടുകയാണോ എന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു.